നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും സുഖമായിരിക്കുക. ഇപ്പോൾ ഈ പുതിയൊരു അസുഖം വന്നു, അതിൻ്റെ പേരാണ് ഷിഗല്ല. ഞാൻ മനസ്സിലാക്കിയത്തോളം ഷിഗല്ല എന്ന് മുക്തി നേടുവാൻ നമ്മൾ ഹോം മെയ്ഡ് ഭക്ഷണം തന്നെ കഴിക്കുക. ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ലളിതമായ ഭക്ഷണമാണെങ്കിലും അതിന് മഹത്വമുണ്ട്. കൂടുതൽ ടേസ്റ്റുകളും വിഭവങ്ങളും തിരക്കി ഹോട്ടലുകളിൽ പോകുന്നതാണ് ഷിഗല്ലയെ കൂടുതൽ നിങ്ങളെ വീട്ടിലത്തേക്ക് ക്ഷണിച്ചു വരുത്തുവാൻ ഇടയാകുന്നത്. കഴിവതും നിങ്ങളുടെ കൈകളാൽ നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. കുഞ്ഞുങ്ങളെല്ലാം എപ്പോഴും ശ്രദ്ധിക്കുക. ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ എപ്പോഴും പാലിക്കുക. വീടുകളിലെ ചുറ്റാകെയുള്ള എവിടെയെങ്കിലും വെള്ളക്കെട്ടുകളുണ്ടെങ്കിൽ അവിടെയെല്ലാം ബ്ലീച്ചിങ് പൗഡറും മറ്റും ഇട്ട് എപ്പോഴും നല്ല ക്ലീനാക്കി സൂക്ഷിക്കുക. കാര്യം ഇതിൻ്റെ വൈറസ് ഈ ചെളി വെള്ളങ്ങളിലെല്ലാം 50 മണിക്കൂർ വരെ അങ്ങോട്ട് ജീവനോട് കാണുമെന്നോ ഒക്കെയാണ് പറയുന്നത്. വിശദമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ വെള്ളക്കെട്ടുകളിൽ നിന്നെല്ലാം നല്ല സുരക്ഷിതമായി നിൽക്കുവാൻ പരിസ്ഥിതിക്കുക. നമുക്ക് വീട്ടിലേക്ക് പോകാം. താങ്ക് യു. അപ്പോൾ ഇന്ന് ഞാൻ ഈ പപ്പങ്ങയുടെ ഒരു തോരനാണ്, എൻ്റെ രീതിയിലുള്ള ഒരു തോരൻ. ആദ്യം നമുക്ക് ഈ പപ്പങ്ങയെ വൃത്തിയാക്കാം. അതിനുശേഷം ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പപ്പങ്ങയെല്ലാം റെഡിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെള്ളമെല്ലാം വറ്റിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ ഒന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏറ്റവും വലുതാണ്, ഇത് ചെയ്യില്ല. ഇത് മീഡിയം സൈസ്, ഏറ്റവും ചെറുതിലും ചെയ്യില്ല. ഈ മീഡിയം സൈസിലാണ് ഞാൻ ചെയ്യുന്നത്. മീഡിയം സൈസിൽ വെച്ചാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഭാഗം വെച്ച്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. കണ്ടോ? ഇതേപോലെ നമുക്ക് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മസാലകൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇതേ സ്പൂണിൽ 2 അതിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടണം. കൂടുതൽ ഉപ്പ് ഇട്ടുള്ളരുത്. ഞങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഞാൻ നല്ലപോലെ നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു സവാളയാണ് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു 3 ഈ കാന്താരി മുളകാണ്, അതാണ് ചെറുതായിട്ടിരിക്കുന്നത്. അത് ഭയങ്കര എരിയാണ്, അതുകൊണ്ടാണ്. 2 അല്ലി നമ്മൾ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇത് 2-3 ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. അപ്പോൾ ഇത്രയും നമുക്ക് ഇത്
ആദ്യം എണ്ണ ഒഴിച്ച് കടുക് വറുക്കുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകം വേറെ അരപ്പെല്ലാം തേങ്ങയും ഒക്കെ ചേർക്കും. അത് പിന്നീട് നമുക്ക് ഇങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒരു മുറി തേങ്ങയുണ്ട്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അര ടീസ്പൂൺ ജീരകപ്പൊടി, അര ടീസ്പൂൺ ചുവന്ന മുളക്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി പപ്പായ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വെതറി കൊടുക്കണം. ഇത് ഇടാൻ നേരത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തീർന്ന ഉടനെ ലോയിലും ആക്കണം. ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം. കണ്ടില്ലേ? അഥവാ ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചാലും നമ്മൾ ഫ്രൈ ചെയ്ത് തണുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി. ഇത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മുളക്, ഇഞ്ചി. ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇളക്കി കൊടുക്കാം. ചെറിയ രീതിയിൽ സോട്ടായാൽ മതി, വലിയ ബ്രൗണൊന്നും ആവണ്ട. ഇനി നമുക്ക് ഒരു സവാള ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. അത് നമ്മളെ ഉള്ളിയെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മസാല, അതായത് തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി എല്ലാം അര ടീസ്പൂണാണ്. പിന്നെ അര ടീസ്പൂൺ ഇഞ്ചിയും അര ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ്, ഈ തേങ്ങയും ഇതെല്ലാം കൂടെ ഇതിൽ തട്ടിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളകി കൊടുക്കാം. അത് തേങ്ങയിലെ എല്ലാത്തിൻ്റെയും ഒരു പച്ചപ്പ് മാറണം, എല്ലാം നല്ലതുപോലെ ഒന്ന് സോട്ടാവും. ഇനി നമുക്ക് പപ്പങ്ങ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടാൽ കൊടുക്കും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. പപ്പങ്ങ ഒന്ന് ആദ്യം ഗ്രേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പ്രയാസം. പിന്നെ ഉള്ള കടലമാവ്, കോൺഫ്ലവർ മാത്രം ഒരു
2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 സമസമം. അല്പം ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് വരെ എടുത്താൽ മതി. എന്നിട്ടൊരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ ഇതേപോലെ സൂപ്പർ നമ്മുടെ പപ്പങ്ങ ഫ്രൈ തോരൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പപ്പങ്ങ ഫ്രൈ തോരൻ അടിപൊളി ടേസ്റ്റാണ്, അത് ക്രിസ്പിയാണ്. കൊച്ചു കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാം ഇഷ്ടപ്പെടും. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക.